ഇത്ര മേളത്തിന് ഡ്യൂട്ടി ഉണ്ട് അല്ലേ? അതെ, ഡ്യൂട്ടി ഉണ്ട്. ഇത്തവണ ഡ്യൂട്ടി ആയിട്ടാണ് ആദ്യം വന്നത്. അല്ല, ഇത്തവണ ഒരുപാട് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ തവണ തന്നെ നമ്മൾ കാണും. നമ്മൾ ഈ റിപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ ഇടയിൽ നമ്മളിലൊരാൾ തന്നെ വീണു, കൂട്ടത്തിൽ ആളുകളെ കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് അതിൻ്റെ ഒരു ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊന്നും ആദ്യമേ പറഞ്ഞോളൂ ഡോക്ടർ എന്ന നിലയ്ക്ക്. ഇത്തവണ ചൂട് നമ്മൾ വിചാരിച്ചതിലും ഒരുപാട് കൂടുതലാണ്. അപ്പോൾ നമ്മളതിന് മുമ്പ് ബുള്ളറ്റിനൊക്കെ ഇറക്കിയിരുന്നു, എങ്ങനെയാണ് തൃശ്ശൂർ പൂരം നമ്മൾ നേരിടേണ്ടതെന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിരുന്നു. അതൊക്കെ ശരിയായിരിക്കും, പക്ഷേ പൂരപ്രേമികൾക്ക് ഈ കുറിപ്പൊന്നും കണ്ടല്ലോ, അവർക്കൊക്കെ സൂര്യൻ ഒരുപാട് കഷ്ടപ്പെട്ട കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. നമ്മൾ കുറച്ച് വെള്ളം ഒക്കെ കരുതണം, പിന്നെ സൺസ്ക്രീനൊക്കെ ഉപയോഗിക്കണം. കാരണം ഈ വെയിലെന്ന് പറയുന്നത് നമുക്കിപ്പോൾ സഹിക്കാൻ പറ്റുന്നതിലും കൂടുതലായി. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം എന്നേ പറഞ്ഞുള്ളൂ. ഡീഹൈഡ്രേഷൻ മെയിനായിട്ട് നമ്മൾ തടയണം, അതിന്റെ കാര്യം മാത്രമേ നമ്മൾ കൂടുതൽ പറഞ്ഞിട്ടുള്ളൂ. ഡോക്ടർ എലിഞ്ഞിത്ര മേളത്തിന് പലരും ഇപ്പൊ പുറപ്പെടാൻ പോണേ ഉള്ളൂ. അവരോട് ഡോക്ടർക്ക് പറയാനുള്ള പ്രധാനപ്പെട്ട സജഷൻസ് എന്തൊക്കെയാണ്? തിരക്കാണ്, അപ്പോൾ അത് ശ്രദ്ധിക്കണം. നമ്മളൊരു തിരക്ക് കാണുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് ഒരുമിച്ച് കയറാതെ നമ്മൾ നമ്മുടെ ഒരു സേഫ്റ്റിയും കൂടെ നോക്കിയിട്ട് വേണം കാര്യങ്ങളൊക്കെ ആഘോഷിക്കാൻ. അത്ര മാത്രമേ പറയാനുള്ളൂ. ഡോക്ടർ, പഞ്ചാക്ഷരി മന്ത്രത്തിന്റെ മുന്നിൽ, നമശിവായയ്ക്ക് മുന്നിൽ നിന്നുകൊണ്ട്, വടക്കുന്നാഥിന് മുന്നിൽ നിന്നുകൊണ്ട് നമ്മൾ നിൽക്കുമ്പോൾ ഞങ്ങൾ വേറൊരു കാര്യം കൂടി ആഗ്രഹിക്കുന്നുണ്ട്. അത് ഡോക്ടറുടെ ഒരു പൂരത്തിനെ പറ്റിയിട്ടുള്ള പുതിയ പാട്ടാണ്. നമ്മൾ ഡോക്ടർ എന്ന് പറഞ്ഞ് വിശേഷിപ്പിച്ചെന്നുള്ളൂ, പ്രേക്ഷകർക്കറിയാം. ഡോക്ടർ എന്നതിലുപരി ഗായിക എന്ന നിലയിലാണ് അറിയുക, അല്ലേ? പിന്നീടായിരിക്കും പലരും ഡോക്ടർ ആയിരുന്നല്ലേ എന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ടാകും. അപ്പോൾ എന്നാൽ മധുവേട്ടൻ പറഞ്ഞ പോലെ നമുക്ക് ഗായിക എന്ന നിലയിൽ തുടങ്ങാം. നടക്കുന്നതിന് മുന്നിൽ ഗായിക എന്ന നിലയിൽ തുടങ്ങും. പൂരം എന്ന് പറയുമ്പോൾ നമ്മൾക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന നമ്മുടെ സ്വന്തം തൃശ്ശൂരിന്റെ സ്വന്തം ചേട്ടന്റെ ഒരു പാട്ടാണ്. പൂരങ്ങളുടെ പൂരമുള്ളൊരു നാട് നമ്മുടെ നാട്, ഓണത്തിന് പുലിയിറങ്ങണൊരൂര് നമ്മുടെ ഊര്, ഇപ്പറഞ്ഞ നാടിന് കരയേഴുമൊട്ടുക്ക് പേര്, കാണണമെങ്കി കാണണം ഗടി തൃശ്ശിവ പേരൂര്, നാടിനൊത്ത നടുവില് പച്ചക്കൊട പിടിക്കണ കാട്, വട്ടത്തിൽ കൂടുവാനി വിടമുണ്ടൊരു പാട്, തേക്കിൻ കാടെന്ന് പറഞ്ഞു പോരണ പേര്, കൂടണമെങ്കി കൂടണം ഗടി തൃശ്ശിവ പേരൂര്. എന്തായാലും നേരത്തെ പറഞ്ഞ പോലെ ജയേട്ടൻ്റെ അല്ലേ, നമ്മളിവിടെ നിൽക്കുമ്പോൾ ഇവിടുത്തെ പ്രതിഭകളെ തന്നെ സ്പർശിച്ചാണ് പോകുന്നത്. അപ്പോൾ മനോഹരമായ പാട്ടാണ്. ഇനി പാട്ടും അല്ലെങ്കിൽ ഡോക്ടർ സ്ഥാനമൊക്കെ മാറ്റി വെച്ചിട്ട് പൂരപ്രേമി എന്ന നിലയിൽ വിനീത എന്താണ് ഈ പൂരത്തിൻ്റെ ഒരു ആവേശത്തിൽ ലയിക്കുന്നത്? ഇത് എത്രാമത്തെ പൂരമാണ്? കോട്ടയല്ലേ ശരിക്കും സ്ഥലം? കോട്ടയമാണ് എൻ്റെ ശരിക്കും സ്ഥലം. സത്യമായിട്ടും ഇതെൻ്റെ ആദ്യത്തെ പൂരമാണ്. അത് കാരണം ഞാൻ പൊതുവേ ഇങ്ങനെ ഒരു തിരക്കിലേക്കും ബഹളത്തിലേക്കും ഒന്നും പോവാൻ, പൂരം ഓഫ് കോഴ്സ് ഇഷ്ടമാണ്, പക്ഷെ അങ്ങനെ തിരക്കിലേക്ക് പോകാൻ കുറച്ച് മടിയുള്ള ഒരാളാണ്. ഈ തിരക്കിൽ വരണമെങ്കിൽ ഒരു ഇത്തിരി. അതെ. പക്ഷേ ഇത്തവണ ഞാനിപ്പോൾ 12 വർഷമായി തൃശ്ശൂർ. പക്ഷേ എപ്പോഴെങ്കിലും തൃശ്ശൂർ പൂരം കാണണം എന്നുള്ളത്, ഇവിടുത്തെ ഒരു ആവേശം നേരിട്ട് കാണണം എന്നുള്ളൊരു വലിയ ആഗ്രഹമായിരുന്നു. ഈ തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ ആഘോഷത്തിനേക്കാൾ ഉപരി ഒരു അതിശയമാണ്. കാരണം ഇങ്ങനൊരു ഉത്സവം, ഈ ഇത്രയും തിരക്ക്, ഇത്രയും ചൂട്, ഇതിനെയൊക്കെ അതിജീവിച്ച് ഒരു ആഘോഷം കൂടാനായിട്ട് നാടിൻ്റെ നാനാഭാഗത്തു നിന്നും, ഒരുപക്ഷെ ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും ആൾക്കാരെത്തുന്ന വേറൊരു ആഘോഷം ഉണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നു. അത് തൃശ്ശൂരിന് മാത്രം സ്വന്തമായിട്ടുള്ള തൃശ്ശൂർ പൂരമാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ തൃശ്ശൂരുകാരി കൂടാനാണോ ഇഷ്ടം? കോട്ടയത്തേക്കില്ല. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ കോട്ടയം നമ്മുടെ ഒരു വേരാണല്ലോ. അപ്പൊ ഇപ്പൊ പടർന്നു നിൽക്കുന്നത് തൃശ്ശൂരാണ്. അപ്പൊ ഇപ്പൊ ഇവിടെ ഇങ്ങനെ നിൽക്കാനാണ് ഇഷ്ടം. പൂരത്തിന്റെ ആവേശം. അതിനു മുമ്പ് ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. തൃശ്ശൂർ പൂരത്തിൻ്റെ സമയത്ത് ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന എൻ്റെ ഫാദറിലോ ആണ്. എല്ലാ പൂരത്തിനും തലേദിവസം തന്നെ എല്ലാം റെഡിയാക്കി വെച്ച് വീട്ടിൽ വന്ന് ഇതെല്ലാ ചടങ്ങുകളും കണ്ട് രാത്രി ഇവിടെ കിടന്ന് തന്നെ വെടിക്കെട്ടും കണ്ടിട്ടാണ് അച്ഛൻ തിരിച്ചു പോരാറ്. അപ്പം അച്ഛനെ ഒരുപാട് മിസ് ചെയ്യുന്നു ഈ സമയത്ത്. അപ്പോൾ ഒരു പാട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരുടെയും തൃശ്ശൂർ എന്ന് പറയുമ്പോൾ, പൂരം എന്ന് പറയുമ്പോൾ വരുന്ന പാട്ടാണ്. എനിക്ക് തോന്നുന്നു ഡിവിഷൻ കൂടെ എൻ്റെ കൂടെ ജോയിൻ ചെയ്യുമെന്ന് തോന്നുന്നു. അപ്പൊ എല്ലാവർക്കും കൂടെ പാടാം. കാന്താ ഞാനും വരാം തൃശ്ശൂർ പൂരം കാണാം, കാന്താ ഞാനും വരാം തൃശ്ശൂർ പൂരം കാണാൻ, പൂരമെനിക്കൊന്ന് കാണണം കാന്താ, പൂരമെനിക്കൊന്ന് കാണണം കാന്താ, പൂരമെനിക്കൊന്ന് കാണണം കാന്താ, പൂരമെനിക്കൊന്ന് കാണണം കാന്താ, പൂരമതിയിലൊന്ന് കൂടണം കാന്താ,
അപ്പൊ ഡോക്ടർ ആ പൂരം നമ്മൾ കാണാൻ പോവാണ്. ഇതാ കണിമംഗലം ശാസ്താവ് ഇതാ പുറത്തേക്ക് എഴുന്നള്ളി വരികയാണ്. പൂരം കാണാൻ പോണ പൂരം പറഞ്ഞറിയിക്കരുത് എന്നാണ് പറയണത്. അതുകൊണ്ട് മാത്രമാണ് ഡോക്ടർ ഇടപെട്ടത്. കണിമംഗലം ശാസ്താവ് എഴുന്നള്ളിയാണ്. വടക്കുന്നാഥന്റെ പടിഞ്ഞാറേ ഗോപുര നടയിലൂടെ കണിമംഗലം ശാസ്താവ് തെക്കേ ഗോപുരം കടന്ന് പോയിട്ട് ഇതാ വരികയാണ്.